ഹായ് ഹായ് കൂട്ടുകാരെ, ഞങ്ങൾ 2 പേര് ഷെയർ ചെയ്ത് ഒരു കുഞ്ഞൻ പച്ചക്കറിക്കട ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ സാധനവും ഇച്ചിരി ഇച്ചിരി എടുത്തു വെച്ചിട്ടുള്ളൂ. നമ്മൾ തുടക്കമായതുകൊണ്ട് വെറുതെ ഉള്ള എല്ലാം വാരി വലിച്ചിടണ്ടെന്ന് കരുതി അങ്ങനെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളും എല്ലാം ഇന്ന് രാവിലെ പോയി ഇറക്കി അങ്ങനെ കട കുഞ്ഞതായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പ്രാവശ്യത്തെയും പോലെ എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴത്തേക്കും ഉടനെ എന്തെങ്കിലും ഒരു തടസ്സം കൂടെ കയറി വരുന്നുണ്ട്. ഒരു കച്ചവടം അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ തുടങ്ങാമെന്ന് കരുതി ഇപ്പോൾ ഒരു കട ആരംഭിച്ചിരിക്കുകയാണ്. ആണ്ടെ ഇതാണ് ഞങ്ങളുടെ ആക്സിഡൻ്റായ മോൻ. കാണിറ മോൻ എല്ലാവരും കാണട്ടെ കൈമാറ്റി. ആണ്ടെ ആക്സിഡൻ്റായ തല എവിടെ കയറാ, ഇങ്ങേറ്റത്തുനിന്ന് ഇങ്ങേറ്റം വരെ. ഇനി മുടി വെട്ടിക്കളയണം. വെട്ടണം ഇവന്. എന്താ പറയണേ, 65% ബുദ്ധി വളർച്ചയില്ല. ആ ഒരവസ്ഥയിലെത്തി. അന്ന് ചികിത്സയൊക്കെ നല്ല രീതിയിൽ കൊടുക്കാൻ എല്ലാവരും സഹായിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നടന്നേനെ. പക്ഷേ സഹായിച്ചത് കുറേ കള്ള ചാരിറ്റിക്കാർക്ക് സഹായിച്ചുകൊണ്ട് അവർ പണവും കൊണ്ട് രാമനും മുങ്ങി. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു, അവരുടെ കുടുംബമൊക്കെ രക്ഷപ്പെട്ടു കേട്ടോ. അവരുടെ കുടുംബമൊക്കെ രക്ഷപ്പെട്ടു. അതിൻ്റെ ചാരിറ്റിയുടെ ഇതിട്ട അവർ സാധാ ഓട്ടോ പിടിച്ച് നടന്നുകൊണ്ടിരുന്ന ആൾക്കാർ എന്തായിരുന്നാലും അടിപൊളി ഒരു സ്കോർപ്പിയോ എടുത്തു. പിന്നെ ഒരു 5 സെൻറ്റ് സ്ഥലവും ഒരു അടിപൊളി ഒരു വീടും മേടിച്ചു. പിന്നെ ഒരു എന്തുവായിരുന്നു വാഗനാർ, പഴയ മോഡൽ വാഗനാറും വാങ്ങി. ഇപ്പോൾ സന്തോഷമായിട്ടൊരു നല്ലൊരു കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കുന്നു. നമ്മളുടെയൊക്കെ അന്നൊരു പരാതി കൊടുത്തത് കൊണ്ട് ഭാഗ്യത്തിന് അവരുടെ ചാരിറ്റി മാത്രം പൂട്ടി ആ ക്യാഷ് അവർക്കൊക്കെ തന്നെ ഉപകരിച്ചു. അങ്ങനെ 6 കുടുംബം അവർ രക്ഷപ്പെട്ട് കിട്ടി. എൻ്റെ കുട്ടിക്ക് ഒരു 10 പൈസ കിട്ടിയതുമില്ല. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് എവിടെ നിൽക്കാം. ആരും ഈ കുട്ടിയുടെ പേരിൽ സഹായിച്ചെങ്കിൽ പോലും ഞങ്ങൾക്ക് 1 രൂപയും കിട്ടിയിട്ടില്ല. കുറേ പേര് എന്നെ ചീത്ത വിളിക്കാനൊക്കെ വന്നു. പക്ഷേ ലിസ്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അയ്യോ എന്നായിപ്പോയി. പിന്നെ അവർ എന്ത് പറയാനാ, മാപ്പ് പറഞ്ഞിട്ട് പോയി. വൈശാഖ സാറൊക്കെ ഞെട്ടിപ്പോയി. പോലീസുകാർ ചിരിക്കാതെന്ന് പറയുന്നത്. എങ്കിലും ഇങ്ങനെ അവരുടെ അടുത്ത് ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, നിങ്ങൾ ഇവരെ വിളിച്ചപ്പം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ നിങ്ങൾ എന്തുകൊണ്ട് അവരുടെ അടുത്ത് ആ കുട്ടിയെ കാണിച്ചു തരാൻ പറഞ്ഞില്ല എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് ആർക്കും ഒന്നും ഉണ്ടായില്ല. ആണ്ട് എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. എൻ്റെ കഴുത്തിലെയും കാതിലെയും ഒക്കെ വലിച്ചു പറിച്ചിട്ടാണെങ്കിലും ആയി ഒരു ജോലി എഴുതി തള്ളിയിട്ടാണെങ്കിലും നമ്മൾ എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചെടുത്ത് ഞാൻ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. ഓക്കെ, ബായ്. എല്ലാവരും പ്രാർത്ഥിക്കുക.